അപ്പോൾ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എല്ലാ സ്ഥലത്തും അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിം മൈൻക്രാഫ്റ്റാണ് ഗൈസ്. അപ്പോൾ ഇത് മൈൻക്രാഫ്റ്റിൻ്റെ മോഡർ വേർഷനാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. നമ്മൾ പ്ലേ സ്റ്റോറിൽ പൈസയൊക്കെ കൊടുത്ത് കയറ്റുന്നത്, നമ്മൾ പൈസയൊക്കെ കൊടുക്കുക, അവിടെ ഒരു പൈസയില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ഈ മൈൻക്രാഫ്റ്റിൽ നിന്ന് നമ്മുടെ കണ്ടന്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു ഇവിടെ കാണിക്കാതിരിക്കാൻ മൈ സീക്രട്ട് ബേസ് എന്ന് പറഞ്ഞൊരു നമ്മളൊരു സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് സീക്രട്ട് നമ്മളിപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാണ് എങ്ങനെയാണ് ഒരു സീക്രട്ട് ബേസ് ഉണ്ടാക്കണമെന്ന്. അതാണ് അപ്പോൾ ഇന്നത്തെ കണ്ടൻറ്റ്. അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ വേൾഡിലോട്ട് എത്തിയേക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ക്രാഫ്റ്റിംഗ് മോഡിലിട്ട് പണി അത് നമ്മൾ സർവൈവൽ മോഡിലോട്ട് ഇട്ടതാണ് ഗൈസ്. ചുമ്മാ സർവൈവൽ മോഡിൽ കളിക്കാൻ ഇച്ചിരി രസമല്ലേ. അപ്പോൾ സീക്രട്ട് ബേസ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഞാൻ നമ്മുടെ ഒരു തത്തേനെ ടൈം ചെയ്തിട്ടുണ്ട്. തത്തേനെ നിർത്തണം. ഓക്കെ, ഇവിടെ നമ്മുടെ ഒരു ലിവർ കാണാം. ആ ലിവർ പിടിച്ച് വെക്കുകയാണെങ്കിൽ ഇതകത്തോട്ട് പോകും. പിന്നെ ഈ ലിവർ ഒന്നും കൂടെ താത്തുവാണെങ്കിൽ അത് ഇങ്ങനെ അടയും. അപ്പോൾ നമുക്ക് അകത്ത് കയറി ഞാൻ കാണിച്ചുതരാം. അകത്തും ഒരു ലിവറുണ്ട്. അപ്പോൾ ആ ലിവറിൽ പിടിച്ച് വെക്കുകയാണെങ്കിൽ അടയ്ക്കാം. പിന്നെ ഇവിടെ നേരെ ചെന്ന് നോക്കുകയാണെങ്കിൽ ലാവയാണ് ഗൈസ്. ഈ ലാവയിൽ വല്ല തീർന്ന്. അപ്പോൾ അപ്പുറത്ത് സ്വിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഞെക്കി കൺട്രോൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നേരെ ഇങ്ങനെ പോവാം. അത് കഴിഞ്ഞിട്ട് ആ പുറകിൽ നിന്ന് ആരെങ്കിലും മൾട്ടിപ്ലെയർ കളിക്കാത്ത പുറകിൽ നിന്നൊക്കെ നമ്മളായി ചുമ്മാ തല്ലാരൊക്കെ വരുമല്ലോ. അപ്പോൾ പുറകിൽ നിന്ന് വരാൻ നേരത്താണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ കാണിച്ചാൽ മതി, അയാൾ താഴെ കൊഴിയിലോട്ട് വീഴും. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ നമ്മൾ അകത്തോട്ട് കയറുവാണെങ്കിൽ ഇതാണ് നമ്മുടെ റൂം. ഇവിടെ നമ്മൾ ചെറിയൊരു അക്വേറിയൊക്കെ പോലെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മളൊരു ചെറിയ ഒരു ചെറിയ വിളവെടുക്കുന്ന സ്ഥലമൊക്കെ പോലെ കൃഷി സ്ഥലമൊക്കെ ചെറുതായിട്ട് പോലെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ പോർട്ടർ സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ ഇത് നമുക്ക് ഇങ്ങനെയാണ് സെറ്റപ്പ് ആക്കി വെച്ചേക്കുന്നത്. ഇതിനകത്തുനിന്ന് ഇതിലുള്ള പിക്സ് ഇല്ലേ ഗൈസ്, ആ പിക്സ് ഇങ്ങോട്ട് കയറി വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയത്. നമുക്ക് നെതർ പോർട്ടലിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ പോവാം, അല്ലെ പിന്നെ ഇങ്ങനെ അടച്ചിടാം. പിന്നെ ഇവിടെ നമ്മൾ ചെറിയൊരു പടമൊക്കെ പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സീക്രട്ട് ഉണ്ട് ഗൈസ്. ഇവിടെ ഒരു സ്ഥലമുണ്ട്. ഇവിടെ പോവുകയാണെങ്കിൽ നമുക്ക് ഒരു സീക്രട്ട് സ്ഥലമാണ്. ഇത് അടയ്ക്കാം. നമ്മൾ ലാഡറൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചേക്കണം. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കുറേ സംഭവങ്ങൾ നമ്മളിങ്ങനെ വെച്ചേക്കണം കാണാം. ഇവിടെയാണ് നമ്മൾ കുക്ക് ചെയ്യുന്ന സ്ഥലം ഗൈസ്. ഇവിടെ നമ്മളിട്ട് പണിയുന്ന സ്ഥലമൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഈ പെട്ടിക്കകത്ത് പറഞ്ഞ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ കിട്ടുകാറ്റിക്കായിട്ട് കുറേ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് കയറി മണ്ടയിലോട്ട് പോകണമെങ്കിൽ ഇവിടെ നമ്മൾ ഭക്ഷണങ്ങളാണ് വെച്ചേക്കുന്നത് കഴിക്കാൻ. പിന്നെ അടിയിൽ നമ്മൾ ഇച്ചിരി സോബീസിനെ ആൾക്കാരെയൊക്കെ കൊല്ലാൻ വേണ്ടിയൊക്കെ വെച്ചേക്കുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മൾ വെളിയിൽ പോയിട്ട് നമ്മളിപ്പോൾ കാണിച്ചിരുന്നു. നമ്മളിനി എങ്ങാനെങ്കിലും അടയ്ക്കാൻ മറന്നുപോയി, എങ്ങാനെങ്കിലും നമ്മൾ പോയെങ്കിൽ ഇങ്ങനെ ഒന്ന് ചാടുന്ന സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇച്ചിരി നമ്മൾ സ്പേസ് പോലെ ഇങ്ങനെ നമ്മൾ ഇച്ചിരി സ്പേസ് വെച്ചിട്ടുണ്ട് ഇവിടെ. അത് കാരണം നമുക്ക് ഇങ്ങനെ ചാടിപ്പോവാം. അത് കാരണം നമുക്ക് അത് നല്ലൊരു സെറ്റപ്പാണ് തോന്നുന്നു എനിക്ക്. നിങ്ങളപ്പോൾ കമൻറ്റിൽ പറഞ്ഞ കേസ് അത് നല്ല സെറ്റപ്പാണോ. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ചാടിയാൽ മതി. അല്ലെ പിന്നെ ഇങ്ങനെ പോയിട്ട് ഇവിടെ ഇങ്ങനെ ലിവർ തൊട്ടിട്ട് ഇവിടെ കയറുന്നിട്ട് ഇങ്ങനെ പോയി. അതിനേക്കാളും നല്ലത് ഇങ്ങനെ നിന്നിട്ട് നേരെ ഇങ്ങനെ കയറിപ്പോയിട്ട് ഇവിടെ ആളുകൾ വരുവാണെങ്കിൽ ഇങ്ങനെ വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ട് നമുക്കിപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മളിപ്പോൾ ഇതൊന്നും അറിയില്ല കേട്ടോ ഗൈസ്. നമ്മൾ ചുമ്മാ വരികയാണ്. നമ്മളല്ല എന്ന് വിചാരിക്കുക ഗൈസ് നിങ്ങളൊന്നും. ഇതിപ്പോൾ വേറെ ആരല്ല, നമ്മുടെ കൂട്ടുകാരൊക്കെ വരാനടുത്ത് എടാ നിൻ്റെ ബേസ് എന്തിയാടാ, പക്ഷേ നിൻ്റെ സീക്രട്ട് ബേസ് എന്തിയാടാ, എനിക്കൊന്ന് കാണണോടെ എവിടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങ് പറയും ഇവിടെ എവിടെയായിട്ടാണ് നീ തപ്പണമെന്ന്. അപ്പോൾ നമ്മളിങ്ങ് ഇരുന്നങ്ങ് തപ്പുക. തപ്പി അങ്ങനെ കിട്ടുന്നേ ഇല്ല. അവസാനം എടാ ഒന്ന് പറഞ്ഞാടാന്ന് പറഞ്ഞിട്ട് പോലും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല. അതാണ് ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടെ തപ്പാനൊക്കെ പറഞ്ഞ് അങ്ങനെ തപ്പി അവനൊരു ലിവറുണ്ട്. ലിവർ പിടിച്ച് വലിച്ചപ്പോഴത്തേക്കും ഇതേ ഒരു സെറ്റപ്പ് ഓപ്പൺ ആയി വേണ്ടിയിരിക്കണേ. അപ്പോൾ ഞാൻ പറഞ്ഞു കയറിയിട്ട് ചുമ്മാ ഗൈസ് വിചാരിച്ചോക്കെ ഗൈസ് ഒന്ന് വെയിറ്റ് അയച്ചൊക്കെ. അതിന് നമ്മൾ ഇതടച്ചു, അവനിതടച്ചു. അപ്പം നമ്മളിങ്ങനെ അയ്യോ കുടുങ്ങിപ്പോയിട്ടൊന്ന് വിചാരിച്ചിരിക്കും. അപ്പോൾ നമ്മളിവിടെ ലിവർ കണ്ടതും തുറന്നു.
അവനങ്ങ് പുറകിൽ നിന്ന് നമ്മൾ വെട്ടാൻ വരാത്ത നമ്മളിങ്ങനെ അങ്ങ് ചാടി. അവനറിയാവോ ഇവിടെ കുഴിയുണ്ടെന്ന്. കുഴിയിലങ്ങ് ചാടി ആ താഴെ ലാവില്ലേ കത്തി അങ്ങ് പോയി. അത്രേ ഉള്ളു ഗൈസ്, പീനിയല്ല. പിന്നെ നമുക്ക് പോണെങ്കിൽ നമ്മളിങ്ങനെ കിട്ടിക്ക് പോയാൽ മതി ഗൈസ്, അത്രേ ഉള്ളൂ. പിന്നെ വേറെ പരിപാടികളൊന്നും നമ്മളിവിടെ ചെയ്തിട്ടില്ല. നമ്മളിവിടെ ഒരു ചെറിയ സീക്രട്ട് റൂം ഇവിടെ പണിഞ്ഞാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ പണിയും ഗൈസ്. അപ്പോൾ ചിലപ്പോഴേ പണിയതുള്ള ഗൈസ്. പണിയുവാണെങ്കിൽ തന്നെ നമ്മൾ വീഡിയോ ഇടണമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്. പിന്നെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ.